നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 19. അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെന്ന് അടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ. യുഗയുഗാന്തരങ്ങളായി ഈ പ്രപഞ്ച സംവിധാനം ഏതാണ്ട് നാം ഇപ്പോൾ കാണുന്നത് പോലെ തുടരുന്നു. അതിൽ എപ്പോഴോ അങ്കുരിച്ച ജീവിതം പുതിയ പുതിയ ജീവികളിൽ കൂടി മുറിയാതെ പ്രവഹിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഇത് മാറ്റങ്ങളുടെ ഒരു ലോകമാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ എല്ലാം ചലിക്കുകയും വന്നതുപോലെ മറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് സത്യത്തെ അളക്കുവാൻ ശ്രമിക്കുന്നു. മനസ്സ് പൊതുവെ പൂർവികമായ സംസ്കാരം കൊണ്ട് നിറം പിടിച്ചതാണ്. മാറി മാറി വരുന്ന രസങ്ങളുടെ സ്വാധീനവും ചെറുതല്ല. ഈ പരാധീനതയെല്ലാം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് പരിശോധിക്കുമ്പോൾ അയാൾക്ക് 2 തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് കാണാം. ഒരു പക്ഷത്ത് അനന്തവ്യാപ്തിയുള്ള ഒരു മഹാലോകം, അതിനെ സംബന്ധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അപരിമേയമാണ്. അതേ സമയത്തു തന്നെ വ്യക്തമായി കാണുവാനും അളന്നു നോക്കുവാനും നിഷ്കൃഷ്ടമായി നിരൂപണം ചെയ്യുവാനും കഴിയുന്ന ഒട്ടേറെ വസ്തുതകൾ ദൈനംദിന അനുഭവത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. വ്യക്തി താൽപര്യത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ സമഷ്ടിയെ ഉൾക്കൊള്ളുന്നതായ സത്യം സാരമില്ലെന്ന് തോന്നും. എന്നു മാത്രമല്ല, സ്വാഭിപ്രായം സ്ഥാപിച്ചു കിട്ടുവാനായി മർക്കടമുഷ്ടി പിടിക്കുകയും ചെയ്യും. അപൂർവം ചിലർക്കെങ്കിലും മനസ്സിൻ്റെ മുൻവിധികളെ മറികടന്നുപോയി സമഷ്ടിയുടെ സ്വരൂപം അറിയുവാൻ കഴിയുന്നുണ്ട്. അവരെല്ലാറ്റിനെയും ഒരറിവായിട്ടോ ഒരാത്മാവായിട്ടോ കാണുന്നു. അങ്ങനെയുള്ള ഐക്യബോധം മൈത്രിയെയും കരുണയെയും ഉളവാക്കുന്നു. അതിനു പകരം ഞാൻ വേറെ, നീ വേറെ എന്നിങ്ങനെ വ്യവഹരിക്കുമ്പോൾ മനസ്സ് സ്നേഹവിഹീനമായിത്തീരുന്നു. പാരസ്പര്യം അറ്റുപോകുന്നു. എക്സിസ്റ്റൻഷ്യലിസ്റ്റുകളുടേതായൊരു പ്രാർത്ഥനയുണ്ട്. ഖോട്ട്: ഞാൻ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം ജീവിക്കുവാൻ എനിക്ക് സാധ്യമല്ല. എൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം നിങ്ങളും ജീവിക്കേണ്ട. യാദൃച്ഛികമായി നമ്മൾ ഒത്തുകൂടുകയും ഒരു കാര്യത്തിൽ തന്നെ സഹകരിക്കുകയും ചെയ്താൽ അത് ഭാഗ്യം എന്ന് പറയാം. അത് സംഭാവ്യമല്ലെങ്കിൽ അത്ര തന്നെ. അൺകോട്ട്. ഈ പ്രാർത്ഥന കേട്ടാൽ ചിരി വരുമെങ്കിലും അധികം പേരുടെയും ജീവിതത്തെ ഭരിക്കുന്ന മനോഭാവം ഇതുതന്നെയാണ്. ലോകചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഒരു തുടർക്കഥയാണ് നാം കാണുന്നത്. എന്നിട്ടും മഹിതമായ ഒരു ശക്തി പിന്നെയും പിന്നെയും നേരം വെളുപ്പിക്കുന്നു, ഇരുട്ടാക്കുന്നു, നമ്മെ ഉണർത്തുന്നു, വീണ്ടും ഉറക്കുന്നു. നാം ജനിക്കുന്നു, മരിക്കുന്നു, പിന്നെയും പിന്നെയും അമ്മയുടെ ഗർഭത്തിൽ വന്ന് ശയിക്കുന്നു. എത്ര പ്രാവശ്യം മരണം കണ്ടിട്ടും ജീവിക്കുവാനുള്ള ത്വര നമ്മെ വിട്ടകലുന്നില്ല. മറഞ്ഞു പോകുന്ന മനുഷ്യരുടെ അറിവിനെ ഏറ്റുവാങ്ങി
ഭാവി ലോകത്തിന് നാം എങ്ങനെയും എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ മുറിയാതെ ഒഴുകുന്ന പ്രപഞ്ചസത്തയുടെ വൈവിധ്യവും വൈരുദ്ധ്യവും കൺമുൻപിലിരിക്കവേ ശങ്കരാചാര്യർ അതിനെ മിഥ്യ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇവിടെ കാണപ്പെടുന്നതെല്ലാം കാര്യജാലങ്ങളാണ്. കാര്യങ്ങൾക്ക് കാരണത്തിൽ നിന്നും അന്യമായ നിലനിൽപ്പില്ല. അടിസ്ഥാനപരമായ കാരണം ബ്രഹ്മത്തിലിരിക്കുന്നു. അതുകൊണ്ട് അടിയാണ് ശരിയെന്ന് ശങ്കരൻ, അത് ശരിയല്ല, മുടിയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് രാമാനുജാചാര്യർ. കാര്യരൂപത്തിൽ കാണുന്നവയെല്ലാം ഈശ്വരന്റെ വിഭൂതികളാണ്. സമസ്ത കല്യാണ ഗുണങ്ങളും ഭഗവാന്റെ ഭൂഷണങ്ങളാണ്. അതുകൊണ്ട് സത്കാരണമല്ല, സത്കാര്യമാണ് സ്വീകരിക്കേണ്ടത് എന്നിങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വാദം. ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ലോകം ആദിയുള്ളതാണെന്നാകുന്നു. അത് ശരിയല്ലെന്ന് വാദിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും ഇല്ലാതില്ല. ഇങ്ങനെയുള്ള വാദകോലാഹലങ്ങളുടെ നടുവിലാണ് നാം വന്ന് അകപ്പെട്ടിരിക്കുന്നത്. കടലും തിരയും ഒരുപോലെ സത്യമാണെന്ന് മനസ്സിലാക്കണം. കടലിൻ്റെ പരപ്പും ആഴവും ഒരുപോലെ സത്യമാണെന്ന് വിശ്വസിക്കണം. മാറ്റങ്ങളിൽ മാറ്റമില്ലായ്മയും നാനാത്വത്തിൽ ഏകത്വവും കാര്യങ്ങളിൽ കാരണവും അഭേദമായി വർത്തിക്കുന്നു എന്നുള്ള പരമാർത്ഥം മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതി മാറും. വസ്തുക്കളെയും സംഭവങ്ങളെയും വിലയിരുത്തുമ്പോൾ അവയെയെല്ലാം ആത്മാഭിന്നമായി കണ്ട് അക്ഷോഭ്യരായിത്തീരും. എതിർക്കുന്നതിനു പകരം സഹകരിക്കാനുള്ള കഴിവുണ്ടാകും. സമാധാനമുണ്ടാക്കുന്നവർ അനുഗ്രഹീതരാണ്. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവർക്കുള്ളതാണല്ലോ എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ ഈ ഏകത്വ ദൃഷ്ടിയെയാണ് പ്രശംസിക്കുന്നത്.